മുനമ്പം വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ ചർച്ച അത് സ്വാഭാവികമായിട്ട് ഇപ്പോൾ പിന്നെ തിരിഞ്ഞ് വഖഫ് നിയമത്തിലെത്തിയിരിക്കുക. ഇപ്പോൾ ബഹുമാനപ്പെട്ട BJP-യുടെ സുഹൃത്ത് പറയുന്നു കോൺഗ്രസ് ഇതിന്റെ അകത്ത് ഒരു നിലപാടെടുക്കാം, കോൺഗ്രസ് പിന്നെ വഖഫ് നിയമ ഭേദഗതിയെ പിന്തുണയ്ക്കണം. ഞാൻ അദ്ദേഹത്തോട് വളരെ വിനീതമായി ഒരു കാര്യം ചോദിച്ചോളട്ടെ. ഇപ്പോൾ കൂടിക്കൊണ്ടിരിക്കുന്ന പാർലമെന്റ് സമ്മേളനത്തിൽ ഈ വഖഫ് നിയമം അല്ലെ ബില്ല് അവതരിപ്പിക്കുമെന്നും അമെന്റ് ചെയ്യുമെന്നായിരുന്നല്ലോ പറഞ്ഞിരുന്നത്. എന്തുകൊണ്ടാണ് സർക്കാർ പെട്ടെന്ന് അതിന്റെ അകത്ത് ഒരു ടേൺ എടുത്തത്? ഈ JPC-യില് അവരുടെ റിപ്പോർട്ടെല്ലാം റെഡിയാക്കി വെച്ചിരുന്നതാ. JPC-യുടെ അധ്യക്ഷനോട് പറയുന്നു ഈ പാർലമെന്റ് സമ്മേളനത്തിൽ ഇത് വെക്കേണ്ട. അതിന് കാരണം എന്താ? അതിന്റെ കാരണം വ്യക്തമാണ്. കാരണം BJP-യുടെ മുന്നണിയിൽ തന്നെ നിൽക്കുന്ന NDA മുന്നണിയുടെ ഭാഗമായി നിൽക്കുന്ന രണ്ട് കക്ഷികൾ അതിനെതിരെ ശക്തമായി വിയോജിപ്പ് രേഖപ്പെടുത്തി. ഒന്ന് JDU, ബീഹാറിൽ നിന്നുള്ള JDU, രണ്ട് TDP. അപ്പോൾ സ്വന്തം മുന്നണിയിലുള്ള ഘടകകക്ഷികളെ പോലും നിങ്ങൾക്ക് ഇത് ബോധ്യപ്പെടുത്താൻ സാധിച്ചിട്ടില്ല. പിന്നെ നിങ്ങൾ എങ്ങനെ പറയുന്നു ഈ പ്രതിപക്ഷത്ത് നിൽക്കുന്ന കോൺഗ്രസ് ഇതിനെ പിന്തുണയ്ക്കണം? അപ്പൊ വളരെ വ്യക്തമാണ്, ഈ നിയമം പാസ്സാകുമോ അല്ല പാസ്സാക്കാതിരിക്കുമോ ഒന്നുമല്ല നിങ്ങളുടെ പ്രശ്നം. നിങ്ങളുടെ പ്രശ്നം എന്ന് പറയുന്നത് ഇത് ഈ നിയമവുമായി ബന്ധപ്പെട്ട് സത്യവിരുദ്ധമായ കാര്യങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് ഇതിന്റെ അകത്ത് യാഥാർത്ഥ്യവുമായി ബന്ധമില്ലാത്ത ഒരുപാട് നുണക്കഥകൾ പ്രചരിപ്പിച്ചുകൊണ്ട് അസത്യമുണ്ടെങ്കിൽ താങ്കൾക്ക് ചൂണ്ടിക്കാണിക്കാം. കൃത്യമായി താങ്കൾക്ക് പറയാലോ ഞാൻ പറഞ്ഞതിൽ എന്താണ് അസത്യമുള്ളതെന്ന്. ഞാൻ പറയാം. ഒന്ന്, അദ്ദേഹം പറഞ്ഞു ഇവിടുത്തെ ചരിത്ര സ്മാരകങ്ങളെല്ലാം പിന്നെ വഖഫായിട്ട് ക്ലെയിം ചെയ്യാം. 1959 ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ മോണുമെന്റ്സ് പ്രൊട്ടക്ഷൻ ആക്ട് ഉണ്ട്. അതിന്റെ അകത്ത് കൃത്യമായി പറയുന്നുണ്ട് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഏതെങ്കിലും ഒരു സ്മാരകം അത് ചരിത്ര സ്മാരകമായി പ്രഖ്യാപിച്ചെങ്കിൽ അതിന്റെ അകത്ത് മറ്റാർക്കും ക്ലെയിം ചെയ്യാൻ കഴിയില്ല. മറ്റാർക്കും അതിന്റെ അകത്ത് ഒരു അവകാശവാദം ഉന്നയിക്കാൻ കഴിയില്ല. ആ അവകാശവാദം ഒന്നും നിലനിൽക്കുന്നില്ല. ഇവിടെ പറയുന്നത് എന്താ പറയുക, മധ്യപ്രദേശിലെ ഒരു ജഡ്ജി പറഞ്ഞു ഈ വഖഫ് ബോർഡ് വേണം, നാളെ താജ്മഹലിനും വേണം ക്ലെയിം ചെയ്യും. പക്ഷേ ബഹുമാനപ്പെട്ട സുഹൃത്ത് അങ്ങേക്കറിയാം, ഇന്ത്യയിൽ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ എത്രയോ ജഡ്ജിമാർ, എത്രയോ കോടതികൾ വളരെ ഏകപക്ഷീയമായ പരാമർശങ്ങൾ നടത്തുന്ന ഏകപക്ഷ വിധികൾ. ഇന്നലെ തന്നെ ഒരു ജഡ്ജി ഏതൊരു ഉത്തർപ്രദേശിലെ ഒരു സംസ്ഥാനത്ത് പറഞ്ഞ ഇന്ന് പത്രത്തിലുണ്ട്. അതേ പറഞ്ഞത് എന്തറിയോ, ഇന്ത്യയിലെ മതന്യൂനപക്ഷങ്ങൾ ഭൂരിപക്ഷത്തിന്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കണം. ഒരു ബഹുമാനപ്പെട്ട ജഡ്ജി ഇന്നലെ പറഞ്ഞത്. അതുപോലെ തന്നെ 1991 മതസ്ഥാപന നിയമം ഇവിടെ നിലനിൽക്കുന്ന ഈ രാജ്യത്താണ്. 1947 എന്താണോ മതസ്ഥാപനങ്ങളുടെ സ്റ്റാറ്റസ് കോ അത് അതേപടി നിലനിർത്തണം എന്ന് പറഞ്ഞ രാജ്യത്താണ് ഉത്തർപ്രദേശ്, രാജസ്ഥാൻ എന്ന സംസ്ഥാനങ്ങളിൽ മാത്രം അവിടുത്തെ കോടതികൾ പറയുന്നു അവിടെ നിലവിലുള്ള മോസ്കുകളുടെ ഒക്കെ അടി മാന്തി നോക്കൂ.